കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശ്വാസമൊക്കെ? സുഖമാണ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഭൂമിയിൽ മഴയൊക്കെ പെയ്തു, ഭൂമിക്ക് ഉഷാറായി, എല്ലാ സസ്യങ്ങളൊക്കെ നല്ല ആഘോഷിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്, നമ്മൾ 5 ദിവസം മുന്നേ നമ്മളെ കാലാപ്പാടിയുടെ കമ്പ് ലെയർ ചെയ്തിട്ട് നമ്മളെ ഒരു പോട്ട് കവറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പൊടിച്ചു. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ അത് പഠിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ല കൂൾ കാറ്റൊക്കെ വരുന്നുണ്ട്, നല്ല സുഖമാണ് ഇവിടെ നിൽക്കാനൊക്കെ. ഇപ്പോൾ ആദ്യമൊക്കെ പുറത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, അപ്പോഴത്തേന് മരുന്നൊക്കെ ആകെ ഉയർത്തൊഴിച്ച്. ഇപ്പോൾ തണുക്കലാണ്, നല്ല കൂൾ കാറ്റാണ്, നല്ല സുഖമാണ്. ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾ. ഇപ്പോൾ ഫുള്ള് പ്രകൃതി, നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ ഒരു ഊട്ടി ലുക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ പുതിയ കാലാപാടി ചെറിയ മുള കുട്ടിയത് നമുക്ക് കാണാം. വരും, നിങ്ങൾ ഇവിടേക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇപ്പോൾ പാമ്പ് കയറുന്ന സീസണാണ്. കണ്ട നല്ല പച്ച കളറിൽ ലൈറ്റ് പച്ചയിൽ പൂട്ടിട്ടുണ്ട്, നല്ല രസമില്ലേ കാണാൻ? സോറി, പൂവല്ലത് മുള പൊട്ടിയതാണ്. ഇത് ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ മുള പൊട്ടി വന്നിട്ടുണ്ട്. ഇനി 2-4 ദിവസം കൊണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ പുറത്ത് വിടും. പിന്നെ ഒരു മാസത്തിനകം ഇത് ഫുള്ളൊരു തിക്ക് ചെടിയായി മാറും. അപ്പം ഇതേമാതിരി വാപ്പച്ചിയുടെ സുഹൃത്തായ സുനിയേട്ടൻ്റെ കുറിച്ച് ഞങ്ങൾ ഇതേമാതിരി ചെയ്ത് വെച്ചിട്ടുണ്ട്, ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അവിടേക്കൊന്ന് പോവുക. ഇത് ചെയ്തപ്പോൾ കുറച്ച് ദിവസം മുന്നെയാണ്, ഇത് ചെയ്തിട്ട് കുറച്ച് ദിവസം ശേഷമാണ് അത് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് അവിടേക്കൊന്ന് പോവാം. ഞാൻ ബ്ലേഡ് എടുക്കാൻ മാറുന്നത്, ഇതാണ് ഞാൻ ബ്ലേഡ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്യുന്ന വഴികളൊക്കെ ഇട്ടത് ചെറിയ ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഇതാണ് ഞങ്ങളെ മെയിൻ റോഡ്. ഇവിടെ അടുത്ത് തന്നെ ഒരു കടക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ശാന്തിനഗറിലാണ്. ഞങ്ങളെ ശാന്തിനഗറിലെ വായനശാല. ഇതിൻ്റെ മാരേജ് ഉണ്ടാവും, വലിയ ഫ്ലക്സിലേക്കാണ് ക്ലബ്ബ്. ഇതാണ് ഞങ്ങളെ തറവാട് എന്ന് പറയുന്ന എൻ്റെ വല്യപ്പാട വീട്. പഞ്ചാരമൂല എന്ന് പറയുന്നത് ഇവിടെയാണ് ഞങ്ങൾ അഷ്കറാക്കാൻ്റെ കട ഒക്കെ ഉള്ളത്. ഇതാണ് ഞങ്ങളെ അഷ്കറാക്കാൻ്റെ കട. ഇത് 3 അഷ്കറാക്കാൻ്റെ കടയാണ്. ഇതൊക്കെ കൊടുക്കാറുള്ളത്, ഞാൻ പച്ചക്കറി ചെയ്ത പച്ചക്കറിയൊക്കെ ഞാൻ അവിടെയാണ് കൊടുക്കാറുള്ളത്. അപ്പം ഇതാണ് ഞങ്ങളെ ചക്രമൂല അങ്ങാടി. ഇത് മാക്സി സെൻ്ററാണ്. ഇവിടെ ഫുള്ള് മാക്സിയും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു ചെറിയ അങ്ങാടിയാണ്. കുറുക്കൻ്റെ നായും തമ്മിലുള്ള തകല്ലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പോയി മതിൽ ചാടിപ്പോയി. അപ്പം ഇവിടെ ആയിട്ടാണ് ഞങ്ങളെ കണ്ടാമാട്ട് അമ്പലം ഉള്ളത്. കണ്ടോ, ഇതാണ് ഞങ്ങളെ കണ്ടാമാട്ട് അമ്പലം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ ഉത്സവങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. ഇവിടെയാണ് ഞങ്ങൾ ഏറ്റവും വലിയ ഉത്സവമൊക്കെ ഉണ്ടാവാറുള്ളത്. നല്ല രസമാണ്, കുറേ കാളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് സുനിയേട്ടൻ്റെ വീട്. ഇതാണ് കാലാപ്പാടി മാവ്. ഇവിടെയാണ് നമ്മൾ ലെയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്താ നിങ്ങൾക്ക് അത്ര കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഇതാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച ആ മരം. സോറി, മരമല്ല, കൊമ്പ്. അതേമാതിരി ഇവിടെയുണ്ട്. ഇവിടെ ഒരു കുഞ്ഞൊരു കൊമ്പ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് മറ്റേ കറി മുറിക്കാനായിട്ട് ഞാൻ ആ കോണി നിൽക്കണം. നമുക്ക് എന്തായാലും നോക്കാം. വാ,
കണ്ടില്ല വലിയ കമ്പയിക്കണേ. അപ്പം ഇതാണ് സുനിയേട്ടൻ്റെ വീട്. സുനിയേട്ടൻ ഇതാ. സുനിയേട്ടൻ്റെ അമ്മ അവിടെ ഉണ്ട്. അപ്പം ഇത് വീട്ടിലെത്തി. ഇനി ഇതിൻ്റെ ഇല കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയണം. അത് ഞങ്ങൾ ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്യല്. അല്ല ഇതുമാതിരി ജസ്റ്റ് ഉണ്ടാക്കിയാൽ തന്നെ ആ ഇല ഒന്ന് പോരും. കൈ കൊണ്ട് മുറിച്ചടയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നിൽക്കണം. ഇതാ ഇതേമാതിരി മുട്ട കുട്ടിയാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ളയും വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നടണുണ്ട്. അതിനുള്ള പോട്ടിങ് ഫുഡൊക്കെ ഇനി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊക്കെ പറഞ്ഞാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡയറിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞങ്ങൾ മറ്റേ ചൗരിയും പിന്നെ ചോപ്പുമണ്ണുമാണ് എടുക്കുന്നത്. ഈ മരത്തിന് മറ്റേ ഈ ഇതുണ്ടോ അപ്പം ഈ ചവരി ഇവിടെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ടൈ വെച്ചിട്ടുള്ളത്. അപ്പം ഇത് ഇനി പറ്റില്ല. ഇത് ഇനി മുറിച്ച് കളയണം, അല്ലെങ്കിൽ ഇതിൻ്റെ വേര് അടിക്ക് ഓടാൻ കിട്ടില്ല. ഇതിപ്പോൾ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അത്ര വേലിയൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള സ്ഥലത്ത് ഇത് അപ്പോൾ അതെന്തായാലും എന്നെ കൊണ്ട് നടക്കില്ല. അപ്പോൾ വാപ്പച്ചി കണി സഹായത്തോടെ ചെയ്യേണ്ടതാണ്. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ബൈ.